എന്തായാലും ബീരൻ സിംഗ് രാജിവെച്ചതോടെ വലിയ രാഷ്ട്രീയ ചർച്ചകളൊക്കെ മണിപ്പൂരിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സൂചന. നിലവിലിപ്പോൾ BJPയുടെ ദേശീയ നേതൃത്വത്തിന് നിരീക്ഷകനായിട്ടുള്ള സംബിത് പാത്ര MP ഇന്ന് MLA-മാരുമായി കൂടിക്കാഴ്ച നടത്താനും സാധ്യതയുണ്ട്. ഈ മണിപ്പൂരിലെ നിയമസഭയുടെ കാലാവധി 2 വർഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യതയും കൂടുതലാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു അപ്രതീക്ഷിത രാജി തന്നെയായിരുന്നു മുഖ്യമന്ത്രി ബീരൻ സിംഗിന്റെ ഭാഗത്തുനിന്ന് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം 21 മാസത്തിലേറെയായി വലിയ രീതിയിലുള്ള പ്രക്ഷോഭമാണ് മണിപ്പൂരിൽ സംഭവിക്കുന്നത്. അതിലേക്കൊന്നും മുഖ്യമന്ത്രി ഇടപെട്ടില്ല എന്നുള്ള വലിയ വിമർശനങ്ങൾ കാലങ്ങളായി തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ രാജ്യസമ്മർദ്ദം കൂടുതലായിരുന്നു. അതിന് പിന്നാലെയാണ് എന്തായാലും ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് രാജി സമർപ്പിക്കാനായി ബീരൻ സിംഗ് തീരുമാനിച്ചത്. എന്തായാലും നിലവിൽ ഇനിയിപ്പോൾ ചർച്ച നടക്കുന്നത് രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകണോ അതോ മറ്റ് വഴികളിലേക്ക് പോകണോ എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യതയായിട്ടുള്ളത്. ഇന്നിപ്പോൾ ഗവർണറും ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. അവിടെ വലിയ രീതിയിലുള്ള ചർച്ചകളെല്ലാം നടക്കുന്നുണ്ട്. ഈ രാജിവെച്ചൊരു പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിലിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മണിപ്പൂരിലെ സംഘർഷവും കലാപവും ഒക്കെ രാജ്യം വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. അതിൽ BJP സർക്കാരിൻ്റെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു പശ്ചാത്തലമുണ്ട്. അതിലൊക്കെ വലിയ രീതിയിൽ തന്നെ ഈ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന വലിയൊരു സമ്മർദ്ദവും ഉണ്ടായിരുന്നതാണ്. പക്ഷെ അപ്പോഴൊക്കെ കേന്ദ്രമാണ് ഇക്കാര്യത്തിൽ ബീരൻ സിംഗിനെ ഒപ്പം നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ രാജിവെക്കേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതൊക്കെയായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. നിലവിലിപ്പോൾ ഇന്നലെ വളരെ അപ്രതീക്ഷിതമായി തന്നെ കേന്ദ്ര നേതൃത്വവും ബീരൻ സിംഗിനെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു. ചർച്ചകൾ നടന്നു. ചർച്ചയ്ക്കൊടുവിൽ രാജി സമ്മർദ്ദം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ രാജി നൽകിയിരിക്കുന്നത്. നമുക്കറിയുന്നതുപോലെ അവിടുത്തെ പ്രതിപക്ഷവും വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചതാണ്. ഇത്രയും കാലമായിട്ടും നിരവധി ജീവനുകളാണ് അവിടെ പൊലിഞ്ഞത്. എന്നിട്ടും ഒരു തരത്തിലുള്ള ഒരു സമവായത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഇടപെടലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളത് വലിയ രീതിയിൽ ചർച്ചയായതുമാണ്. ഇന്നിപ്പോൾ കോൺഗ്രസ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഇതുകൂടി വന്നപ്പോഴാണ് രാജി സമ്മർദ്ദം ഏറിയത്. അങ്ങനെയാണ് ഇന്നലെ രാജിയിലേക്ക് കാര്യങ്ങൾ പോയത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്തായാലും വംശീയ കലാപം അവസാനിപ്പിക്കാൻ 2 വർഷമായിട്ടും ഒരു തരത്തിലുള്ള നീക്കങ്ങളും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളത് പ്രതിപക്ഷം ഇപ്പോഴും വിമർശിക്കുന്ന കാര്യമാണ്. അതുമാത്രമല്ല, സഖ്യകക്ഷിയായിരുന്ന നാഷണൽ പീപ്പിൾസ് പാർട്ടി സഖ്യം വിട്ടതും നമുക്കറിയുന്നത് പോലെ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. മണിപ്പൂരിലെ കലാപത്തിൽ BJPയുടെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചു എന്നുള്ളത് സഖ്യകക്ഷി പോലും സമ്മതിച്ച കാര്യമാണ്. അങ്ങനെയാണ് NPPയും ഒപ്പം തന്നെ JDUവും പിന്തുണ പിൻവലിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇതിനെ തുടർന്നാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടാകുന്നതും ബീരൻ സിംഗിൻ്റെ രാജി സംഭവിക്കുന്നതും. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.